പ്രിയപ്പെട്ട കൂട്ടുകാരെ, അടിസ്ഥാന പാഠാവലിയുടെ എക്സാമാണല്ലോ നാളെ നടക്കുന്നത്. അതിലേക്ക് വരുന്ന മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സജ്ജു വേൾഡിൻ്റെ ഒരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എപ്പോഴും പറയുന്നത് പോലെ ചില പതിവ് ചോദ്യങ്ങൾ, അതായത് പാരഗ്രാഫ് തന്നിട്ട് അതിലെ ചില ചോദ്യങ്ങൾ തന്നിട്ട് അവയ്ക്ക് ഉത്തരം തയ്യാറാക്കുക. അതുപോലെ തന്നെ കവിതകൾ തന്നാൽ അത് വായിച്ചിട്ട് അതിൻ്റെ ആസ്വാദനം അല്ലെങ്കിൽ ആശയമൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇത് നമ്മുടെ സ്ഥിരം ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കേരള പാഠാവലിയിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അത് മറ്റൊരു വീഡിയോയിൽ വിശകലനം ചെയ്യാം. ഇതുപോലെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അതിൽ യാത്രാനുഭവം ഉണ്ടായിരുന്നു എഴുതാൻ. ഇതിലിപ്പം യാത്രാനുഭവത്തിൻ്റെ പാഠങ്ങളൊന്നുമില്ല. നമുക്കിപ്പം ആദ്യത്തേത് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് കനിവായി നിലാവായി എന്ന യൂണിറ്റിലെ 3 പാഠങ്ങളാണല്ലോ പരീക്ഷയ്ക്ക്. ഒന്ന് മുത്തശ്ശി ഒരു കഥ തുടരുന്നു, പരിക്കേറ്റ കുട്ടി, നന്മപ്പൂക്കൾ. ഒറ്റ യൂണിറ്റിൽ ഇത്രയും പാഠമാണ് നമുക്ക് രണ്ടാമത്തെ, അതായത് അടിസ്ഥാന പാഠാവലിയിൽ വരുന്നത്. അപ്പോൾ കൂടുതലും അത് ഈ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മറ്റ് പ്രവർത്തനങ്ങൾക്കായിരിക്കും സാധ്യത കൂടുതലുള്ളത്. അതുപോലെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നമുക്ക് പുസ്തകത്തിൽ പഠന പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ പോലും അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കുറവാണ്. അവിടെ വരുന്നത് പാരഗ്രാഫ് തന്നിട്ട് അതിൽ ഉത്തരങ്ങൾ എഴുതാനാണ്. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠത്തിൽ ജീവചരിത്ര കുറിപ്പ്, അതും പരിക്കേറ്റ കുട്ടി എന്നുള്ള പാഠത്തിലേതും അവിടെയും ജീവചരിത്ര കുറിപ്പിന് നല്ല സാധ്യതയുണ്ട്. പിന്നെ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നുള്ള പാഠഭാഗത്ത് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ എന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അതേ പ്രവർത്തനം ഈ പരീക്ഷയ്ക്ക് വരാൻ നമുക്ക് സാധ്യത കൂടുതലാണ്. പിന്നെ കഥ പൂർത്തിയാക്കൽ, പാഠഭാഗം നമുക്ക് കുറവായതുകൊണ്ട് ഒരു കഥയുടെ ചെറിയ ഭാഗം തന്നിട്ട് അത് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് പൂരിപ്പിക്കുക എന്നൊരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇവയ്ക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു ആഗ്രഹം ചിലപ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് വലുതായാൽ ആരാവാനാണ്? നിങ്ങൾക്ക് ഏറ്റവും എല്ലാ കുട്ടികൾക്കും ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൽ തന്നെ ചിലർ അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അവൻ കുഞ്ഞ് ക്ലാസ് മുതലേ അവന് പട്ടാളക്കാരനാവണമെന്നായിരുന്നു. അവൻ ഇന്ന് പട്ടാളത്തിലെ ലഫ്റ്റനൻ്റാണ്. ഞങ്ങളത് എപ്പോഴും ആ കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും അതേ ഇതിൽ തന്നെ വരണമെന്നില്ല, എങ്കിലും നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. ആ ആഗ്രഹത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം, ചിലപ്പം വന്നാലോ അല്ലേ. അപ്പം തയ്യാറായിരിക്കുക. അതുപോലെ തന്നെയാണ് അടുത്ത കവിത, പരിക്കേറ്റ കുട്ടി. നല്ലൊരു കവിതയല്ലേ. അപ്പോൾ നമുക്ക് ആസ്വാദനക്കുറിപ്പ് പ്രതീക്ഷിക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെയുള്ളത്, നമ്മുടെ അമ്മയോട് നമ്മളോട് വളരെയധികം സ്നേഹമാണല്ലോ. അപ്പം നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ് എന്ന് അതിന് പ്രത്യേകിച്ച് അനുഭവം ഒന്നും എഴുതാനുണ്ടെങ്കിൽ പോലും നമ്മുടെ പാഠഭാഗത്തെ പ്രവർത്തനം അനുസരിച്ച് ഒരു അനുഭവം, അമ്മയുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കിയ ഒരു അനുഭവം എഴുതാൻ ഒരു പക്ഷേ ചോദിക്കാം. വളരെ സാധ്യതയുള്ള ചോദ്യമാണ് അമ്മയുടെ സ്നേഹം പറ്റിയൊരു അനുഭവം. അതുപോലെ തന്നെ ആ പാഠത്തിൽ തന്നെ ആശയങ്ങൾ എഴുതാൻ, പാഠത്തിൻ്റെ ആശയം എഴുതണമല്ലോ, കവിതയുടെ ആശയം എഴുതുമ്പോഴാണ് നമ്മൾ ആസ്വാദനം തയ്യാറാക്കുന്നത്. അപ്പം ചിലപ്പോൾ ഒറ്റപ്പദമാക്കാനുള്ള വാക്കുകൾ, പകരം പദം തുടങ്ങിയ വ്യാകരണ സംബന്ധിയായ ചില ചോദ്യങ്ങൾ വരാൻ 1 മാർക്കിൻ്റെ വരാൻ സാധ്യതയുണ്ട് ആ പാഠത്തിൽ. അതുപോലെ അതായത് അതിലല്ലേ ആ പാഠത്തിൽ എന്താ പറയുക, അമ്മയുടെ സ്നേഹം, പരിക്കേറ്റ കുട്ടി എന്നുള്ള ഭാഗത്ത് ചില പ്രത്യേക ലാളന ചില വാക്കുകളുണ്ട്, അവയുടെ അർത്ഥം ഒന്ന് നോക്കി വെച്ചോളുക. ഇനി നന്മപ്പൂക്കൾ എന്നുള്ള പാഠത്തിൽ എന്താ പറയുന്നത്, ഒരു നമ്മുടെ ഫ്രണ്ട്സിനൊക്കെയുള്ള നമ്മുടെ സ്നേഹം, നമുക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ അല്ലേ, അവരെക്കുറിച്ച് വേണമെങ്കിൽ കുറിപ്പ് തയ്യാറാക്കാൻ. പ്രത്യേകിച്ച് ആ പാഠത്തിൽ അങ്ങനെയൊന്നുമില്ല എങ്കിൽ പോലും ആ കുട്ടി അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ നമ്മൾ ആ പാഠത്തിൽ കണ്ടതാണ് അല്ലേ. അപ്പം അവിടെ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ ഒന്നുമില്ല, അവിടെ ആയിരിക്കാം ചിലപ്പോൾ കഥ പൂർത്തിയാക്കുക എന്നുള്ള അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യമായിരിക്കാം വരുന്നത്. പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ അതെല്ലാം ഒരാവർത്തി ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏത് രീതിയിലാണ് ചോദ്യം വരുന്നത്. അപ്പോൾ എന്തായാലും ജീവചരിത്രം നമുക്ക് കേരള പാഠാവലിയിൽ ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. ജീവചരിത്രക്കുറിപ്പില്ലായിരുന്നു, അതിൽ കത്തുണ്ടായിരുന്നു. പിന്നെ
ഒരു അനുഭവക്കുറിപ്പുണ്ടായിരുന്നു. പിന്നെ പ്രസംഗം തയ്യാറാക്കുക, അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, വിവരണം വന്നിരുന്നു. ഇതുപോലെ തന്നെ ഇതിലും നമുക്ക് ഒരു ജീവചരിത്രക്കുറിപ്പ് തീർച്ചയായും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കേരള പാഠാവലി എക്സാം നന്നായിട്ട് എഴുതിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അടിസ്ഥാന പാഠാവലിയുടെയും പരീക്ഷ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യില്ലേ കൂട്ടുകാരെ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.